നമസ്കാരം, ബ്ലൂ സ്റ്റോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. 3 വിഷയങ്ങളുടെ ടൈറ്റിലാണ് ഇട്ടിരിക്കുന്നത്. ആ 3 വിഷയങ്ങൾ നമ്മൾ തുല്യമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനു മുമ്പ് നമ്മൾ ഇന്നലെ അവധിയായിരുന്നു, നമ്മൾ ചില വിഷയങ്ങൾ ചെയ്തില്ല. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ അധിനിവേശത്തെക്കുറിച്ച് പറയൂ. വെനസ്വേലയിലേക്കുള്ള അധിനിവേശം, അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വ്യക്തിപരമായി അതിൻ്റെ യോജിപ്പില്ല എന്ന് തന്നെ ഇപ്പോഴും പറയാനുള്ളത്. ഇപ്പോൾ ഇവർ പറയുന്നുണ്ട് അവിടുത്തെ മഡൂറോ ഭയങ്കര കുഴപ്പക്കാരനായിരുന്നു, അയാൾ അവിടെ ഏകാധിപത്യ പ്രവർത്തിക്കുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ മറ്റൊരു രാജ്യത്ത് കയറി അവിടുത്തെ പ്രസിഡന്റിനൊക്കെ പിടിച്ച് കയ്യിൽ വിലങ്ങ് വെച്ച് അയാൾ ഭാര്യ പിടിച്ചുകൊണ്ട് പോകുക, മറ്റു രാജ്യത്ത് കൊണ്ടുപോകാൻ എന്നൊക്കെ പറയുമ്പോൾ അത് തന്നെയാണ് ഈ വിഷയത്തിൽ എൻ്റെയും നിലപാട്. പല ആളുകളും ചോദിക്കും, ശ്രീജിത്ത്, നമ്മുടെ സുഹൃത്ത് ശ്രീജിത്ത് പണിക്കരൊക്കെ അതിനെ അംഗീകരിക്കുന്നുണ്ട്. ഞാൻ മഡൂറോ ഒരു ഏകാധിപതിയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അല്ല, ഏകാധിപതിയാണ്. അതെ, ഏതെല്ലാം രാജ്യങ്ങളിൽ ഏകാധിപതികളുണ്ട്. മാത്രമല്ല 2024 ഇലക്ഷനിൽ അയാൾ അട്ടിമറി നടത്തിയതാണ് ജയിച്ചത്. അത് എല്ലാവരും അത് അന്ന് ലോകം അംഗീകരിച്ചിരിക്കുന്നതാണ്. അത് അവർ അതുകൊണ്ട് തന്നെ അവിടെ അയാൾ ആ പദവിയിൽ നിന്ന് മാറണം. പക്ഷേ അത് ആ രാജ്യം ചെയ്യും, അവിടുത്തെ ആൾ ചെയ്തോളൂ, അല്ലെങ്കിൽ ആ രാജ്യത്തെ സഹായിക്കാം. അത് ഐക്യരാഷ്ട്രസഭയോ അല്ലെങ്കിൽ ഈവൻ അമേരിക്കയ്ക്ക് വേണമെങ്കിലും സഹായിക്കാം. പക്ഷെ അതിനപ്പുറത്തേക്ക് അവിടെ പോയി പ്രസിഡന്റിനെയും ഭാര്യയെയും ബന്ദിയാക്കി ഇങ്ങ് അമേരിക്കയുടെ നിയമം അനുസരിച്ച് വിചാരണ ചെയ്യാന്നൊക്കെ പറഞ്ഞത് അത് ജനാധിപത്യത്തിനൊട്ടും ഭൂഷണമല്ല. മാത്രമല്ല, ഇന്ത്യയിൽ ജനാധിപത്യമില്ല, തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുകയാണെന്നാണ് ഇവിടെ വലിയൊരു വിഭാഗം അതെ. ഇപ്പം രാഹുൽ ഗാന്ധി പോലും പറയുന്നത് വോട്ട് ചോരിയാണ്, അതുകൊണ്ട് കടലാസിൽ വോട്ട് ചെയ്യണം, പേപ്പർ വേണം എന്നാ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വിശ്വാസം ഏറ്റെടുത്തുകൊണ്ട് ട്രംപ് മോദിയെ ബന്ദിയാക്കി കൊണ്ടുപോയെന്ന സ്ഥിതി ആലോചിച്ച് നോക്കൂ. ഇത് മാത്രമല്ല, ട്രംപിൻ്റെ ഉദ്ദേശശുദ്ധിയെ നമ്മൾ സംശയിക്കേണ്ടി വരും. അയാൾ ഏകാധിപതിയാണെന്ന് സമ്മതിച്ചുകൊണ്ട് പറയുന്നു. ഉദ്ദേശശുദ്ധിയെ നമ്മൾ സംശയിക്കേണ്ടി വരുന്നത്, അപ്പോൾ തന്നെ പറഞ്ഞു ഇനി ഞങ്ങൾ അവിടുത്തെ എണ്ണ കൺട്രോൾ ചെയ്യും. എല്ലാ രാജ്യത്തും ഇവർ ചെന്ന് ഈ പിന്നെ ഇടപെടൽ നടത്തുമ്പം അതിന്റെ പിന്നിൽ ഇത്തരത്തിലുള്ള എണ്ണ അല്ലെങ്കിൽ മറ്റ് ധാതുക്കളെല്ലാം ക്യൂബയെ തുടർന്നില്ല. ഇല്ല, അവിടെ എണ്ണയില്ല. ഇല്ല, അവിടെ ദാരിദ്ര്യമാണ്. അവിടെ അടിച്ചു മാറ്റാൻ പോലും. ഇറാഖ്, കുവൈറ്റ്, ഇപ്പൊ ഇറാൻ, ലിബിയ, ഇവിടെയൊക്കെ എണ്ണയുണ്ട്. മാത്രം സൗദിക്ക് പോലും അവർ സംരക്ഷണം കൊടുത്തിട്ട് അവിടെ നിന്ന് പരമാവധി എണ്ണ വാങ്ങിക്കുന്നുണ്ടല്ലോ. അതാണ് അവരുടെ രീതി. അപ്പം യുക്രൈനിൽ ആയുധം കൊടുത്തെന്ന് പറഞ്ഞാൽ അവിടെ പ്രകൃതിവാതകം പിടിച്ചു മേടിച്ചു. എന്നിട്ട് ഈ എണ്ണ ഞങ്ങൾ കരസ്ഥമാക്കുന്നുവെന്ന് അവകാശപ്പെടുകയും, എന്ന് മാത്രമല്ല ഇപ്പൊ അടുത്തൊരു പ്രശ്നം ഉണ്ടായിട്ട് ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് പദ്ധതി ഇടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സെക്രട്ടറിയുടെ ഭാര്യ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതായത് ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത് ഏറ്റവും അധികം ധാതു വിഭവങ്ങൾ ഇതുവരെ ചൂഷണം ചെയ്തിട്ടില്ലാത്ത അല്ലെങ്കിൽ ഖനനം ചെയ്തിട്ടില്ലാത്ത ഒരു രാജ്യമാണ്. അത് ഡെൻമാർക്കിന്റെ ഭാഗമാണ്. അപ്പോൾ ഡെൻമാർക്ക് നാറ്റോയുടെ ഭാഗമാണ്. പ്രതികരിച്ചിട്ടുണ്ട് അവർ പറഞ്ഞത് ശരിയല്ല, മര്യാദകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏകാധിപത്യ പ്രവണതയെ നമുക്ക് ഒരു ന്യായം കൊണ്ടും അംഗീകരിക്കാൻ കഴിയില്ല. അത് ജനാധിപത്യം സംരക്ഷിക്കാനാണെങ്കിലും അതിനൊരു ഇതുണ്ട്. പക്ഷെ എന്തായാലും അവരുടെ ആ ഒരു സൈനിക മികവ് സംബന്ധിച്ചാൽ മതിയാവും. അവർ കഴിഞ്ഞ ആഴ്ച നമ്മൾ വീഡിയോ കണ്ടിരുന്നു. അതിന്റെ ഈ ഹെലികോപ്റ്റർ വന്നിട്ട് വെടിവെക്കുന്നത് ഇവരെ ബോട്ടിൽ മറ്റേ മയക്കുമരുന്ന് ആളുകളൊക്കെ ഒരുപക്ഷെ അതിന് മുന്നോടിയായിട്ട് അവർ ചെയ്തതായ വളരെ വലിയ, അതായത് കൊട്ടാരത്തിൽ അവർ അതീവ സുരക്ഷമായി കഴിഞ്ഞിടത്ത് അവിടെ നേരെ ഇറങ്ങി പിടിച്ചോണ്ട് ഉറങ്ങിക്കിടന്ന ആളിനെ തട്ടി ഉണർത്തി വിളിച്ചോണ്ട് പോകുന്നൊക്കെ പറഞ്ഞു. അല്ല, അയാൾ എണീറ്റ് ഓടിയായിരുന്നു. അതെ, അയാൾ ഓടി ഈ മറ്റേ പാനിക് റൂമിലേക്ക് കയറുന്നതിന് മുമ്പ് കൊണ്ടുപോയത്. അതാണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള ചുരുക്കി പറയാനുള്ളത്. നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തതാണ്. എങ്കിൽ പോലും നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ, നമ്മുടെ ലോകക്രമത്തിൻ്റെ ജനാധിപത്യ സംരക്ഷണത്തിന് ഒട്ടും ഉതകുന്ന രീതിയല്ല എത്ര വലിയ ഏകാധിപതിയാണെങ്കിലും. അല്ല, ഇപ്പൊ ഇറാനിൽ ഇപ്പൊ ജനങ്ങൾ അവിടെ പ്രതിഷേധിക്കാൻ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അതിനോട് പിന്തുണയ്ക്കാം. അതല്ലാതെ അവിടെ അവിടെ ചെന്ന് അത് ഇപ്പം ഞാൻ പറഞ്ഞു, ഇസ്രായേൽ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി അവിടെ ആളെ കൊല്ലുന്നു, നമുക്ക് അംഗീകരിക്കാൻ പറ്റും. കാരണം ഇസ്രായേലിന് നേരെ ആക്രമണം ഉണ്ടായപ്പോൾ തിരിച്ചടിച്ചതാണ്. ഇതിപ്പോ വെനസ്വേല ഇവരൊന്നും ചെയ്തിട്ടില്ല. ഒരു കാര്യമില്ലാതെ കയറിയിട്ട് പിടിക്കുവാണല്ലോ. അപ്പം ഇറാനെ ഇസ്രായേൽ ആക്രമിക്കുന്നതോ അല്ലെങ്കിൽ അമേരിക്ക ആക്രമിക്കുന്നതോ അല്ലെങ്കിൽ ഹമാസിനെ ഇസ്രായേൽ ആക്രമിക്കുന്നതോ ഒക്കെ പോലല്ല ഇത്. തീർച്ചയായും ഈവൻ റഷ്യ യുക്രൈനെ ആക്രമിച്ചത് പോലും ന്യായീകരിക്കാൻ പറ്റും ഒരു പരിധി വരെ. കാരണം റഷ്യക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ അവർ നടത്തി, ചേരാൻ ശ്രമിച്ചു, ഒരുപാട് കാര്യങ്ങൾ ചെയ്തവർ. അപ്പൊ അത്തരം കാര്യങ്ങൾ വന്നപ്പോൾ അവർ തിരിച്ചടിക്കാൻ ശ്രമിച്ചു. വെറുതെ അമേരിക്കയിൽ ഒരു കേസെടുക്കുന്നു. ആ കേസിലെ പ്രതിയെ ഈ ബെലാറൂസിനെ കുറിച്ച് ഇങ്ങനെ ഒരു പരാമർശമുണ്ട്. ബെലാറൂസ് ഏകാധിപത്യ രാജ്യമാണ്. ഈ ബെലാറൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ എതിരാളികളെ അവരെ എവിടെയും പോയി പിടിച്ചോണ്ട് വരും. അപ്പോൾ അതിൽ ഏറ്റവും വലിയ ലാത്വിയിലെങ്ങാണ്ട് താമസിക്കുമായിരുന്നു ബെലാറൂസിലെ ഇവരുടെ ഒരു വിമർശകൻ, പ്രസിഡന്റിന്റെ വിമർശകൻ. അയാൾ ലാത്വിയിലേക്ക് സിംഗപ്പൂരിൽ നിന്നോ മറ്റോ വിമാനത്തിൽ പോവാണ്.
വിമാനം പറന്നു പോകുന്ന ബലാറസിന് മുകളിലൂടെയാണ്. യുദ്ധവിമാനം അയച്ച് ആ വിമാനം അവിടെ ലാൻഡ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് ഇയാൾ അറസ്റ്റ് ചെയ്തു. എന്നിട്ട് അറസ്റ്റ് ചെയ്തിട്ട് വിട്ടു. ആകാശത്തിൽ കൂടെ പോയ വിമാനം താഴെ ഇറക്കിച്ചിട്ട് അറസ്റ്റ് ചെയ്തു. ബാക്കി വിമാനത്തിന് വിട്ടു. എന്നിട്ട് മറ്റേ ഈ പൊക്കോളാൻ പറഞ്ഞു. ഇതൊന്നും ജനാധിപത്യത്തിന് ഭൂഷണമല്ല. അത് പറയാതിരിക്കും. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നുള്ളത് നമ്മൾ ഇന്ത്യക്കാർക്ക് പറയാനുള്ള അവകാശമുണ്ട്. അതാണ്. നമുക്ക് എന്തായാലും ആ വിഷയം അവസാനിപ്പിച്ച് നമ്മൾ പറഞ്ഞ ആദ്യത്തെ വിഷയം അത് നമുക്ക് ആ കോൺഗ്രസിലേക്ക് കടക്കാം. അതിനു മുമ്പ് 2 ചെറിയ വിഷയങ്ങൾ. ഒന്ന് നമ്മുടെ ശങ്കർദാസ് സുപ്രീം കോടതി അതെന്താണ് സുപ്രീം കോടതി ഹൈക്കോടതി പരാമർശം നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം സുപ്രീം കോടതി സമീപിച്ചത്. പക്ഷേ സുപ്രീം കോടതി ഇന്ന് അതിശക്തമായ ഭാഷയിൽ പറഞ്ഞു, നിങ്ങൾ ദൈവത്തെ പോലും വെറുതെ വിട്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇതൊരു ഭയങ്കരമായ നിരീക്ഷണമാണ്. ഈ കേസിൽ ഈ വിധി വളരെ നിർണായകമാണ്. ഇതൊരു നീക്കമായിരുന്നു. അതായത് നമ്മൾ പലരും ആളുകൾ മനസ്സിലാക്കാതെ പോകുന്നൊരു വിഷയം, ഈ കേസ് എങ്ങനെയെങ്കിലുമൊക്കെ തീരണമെന്ന് ആഗ്രഹിക്കുന്ന ഈ സർക്കാരാണ്, CPM ആണ്. അപ്പോൾ അവരതിനുവേണ്ടി വളഞ്ഞ വഴിയെല്ലാം നോക്കുന്നുണ്ട്. പരമാവധി എല്ലാം ഒത്തുതീർക്കാനും കേസ് അട്ടിമറിക്കാനും. ഇതൊന്നുമില്ല, കണ്ടു സ്വർണ്ണം അവിടുന്ന് മോഷ്ടിച്ചു, ഞങ്ങൾ സ്വർണം പിടിച്ചു, ഇവരൊക്കെയാണ് മോഷ്ടിച്ചത് എന്ന് പറഞ്ഞ് കേസ് അവസാനിപ്പിക്കാനാണ് നിൽക്കുന്നത്. മോഷണം മുതൽ എവിടെ കണ്ടെത്താൻ മോഷണം കണ്ടിട്ടില്ല. ഇനി അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് രാജ്മോഹൻ. ഈ മോഷ്ടിച്ച വസ്തുക്കൾ എങ്ങനെയാണ് പുറത്തേക്ക് കൊണ്ടുപോയത്? ആരാണ് കൊണ്ട്? ഇതിൽ ഇവരൊന്നും ആയിരിക്കും ഇത്ര ചോദിച്ചുകൊണ്ട് പോയത്. ഉറപ്പാണല്ലോ. ഇത്രയും ഈ 30 കിലോ സ്വർണ്ണം അവിടെ തന്നെ ഉണ്ട്. സ്വർണവും ചെമ്പും ഉൾപ്പെടെയുള്ള സാധനം കൊണ്ടുപോയത്. സ്വർണ്ണം മാത്രമല്ല, മൂല്യങ്ങളുള്ള പുരാവസ്തുക്കൾ. അല്ലല്ല, തൂക്കം നോക്കാം. ഞാൻ പറഞ്ഞത് കട്ടിളപ്പടി, മറ്റേ മേൽക്കൂര, ശ്രീകോവിലിന്റെ മേൽക്കൂര, കട്ടിളപ്പള്ളി, ദ്വാരപാല വിഗ്രഹം, കിലോ കണക്കിന് സാധനം. ഇതിൽ സ്വർണം മാത്രം 30 കിലോ ഉണ്ട്. അതെ, ചെമ്പാണല്ലോ ഭൂരിപക്ഷം. അതെ. അപ്പൊ എത്ര ടൺ സാധനമായിരിക്കും ഇവിടുന്ന് കൊണ്ടുപോയത്? ഇതെങ്ങനെ കൊണ്ടുപോയത്? ഇത് തന്നെ ഈ പറഞ്ഞ ആളുകളാണ് കൊണ്ടുപോയത്. തലപിടിച്ചോണ്ട് പോകാൻ പറ്റൂലല്ലോ. ആരാണ്? അപ്പൊ ഇന്ത്യ കേസ് അന്വേഷണത്തിൽ എവിടെയും വന്നിട്ടുണ്ടോ? അപ്പൊ ഈ കേസ് അന്വേഷണം അട്ടിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇവർക്കെല്ലാം ജാമ്യം കിട്ടാനുള്ള അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇതിനൊരു ട്വിസ്റ്റ്. അതായത് ഈ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഈ കേസ് നടക്കുന്നത് കാരണം താഴത്തെ കോടതിയിൽ ജാമ്യം കൊടുക്കത്തില്ല. ഹൈക്കോടതി ചെന്നാൽ മേൽനോട്ടം വഹിക്കുന്ന ദേവസ്വം ബോർഡാണ് ഈ ജാമ്യം പരിഗണിക്കുന്നത്. അവിടെയും കിട്ടത്തില്ല. അതിനാണ് ഒരു പരീക്ഷണം ശങ്കർദാസ് നടത്തിയത്. ശങ്കർദാസിന് ജാമ്യാപേക്ഷ ഹൈക്കോടതി ടെക്നിക്കലൊരു വിഷയമുണ്ട്. ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളാതെ സുപ്രീം കോടതി പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു വകുപ്പുണ്ടല്ലോ സാധാരണ. അതുകൊണ്ടാണ് പരാമർശം നീക്കണമെന്ന് പറഞ്ഞു പോയത്. ജാമ്യാപേക്ഷ തള്ളിയാലല്ലേ സുപ്രീം കോടതി പോകാൻ പറ്റുള്ളൂ, അപ്പീൽ പോകാൻ പറ്റത്തുള്ളൂ. പരാമർശം നീക്കി. അപ്പൊ ഇത് ഭയങ്കര ബുദ്ധിയാ, പോലീസ് ബുദ്ധിയാ. കാരണം ശങ്കർദാസിന്റെ മകനാരാ? DIG. ഇപ്പൊ IG അല്ല, IG ആയിട്ട് പ്രൊമോഷൻ ആയി തോന്നുന്നു. എറണാകുളം കമ്മീഷണർ. അപ്പം ഈ DIGയുടെ പിതാവിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ആരോഗ്യ കാരണം പറഞ്ഞാണ് അദ്ദേഹത്തെ തൊടാത്തത്. എന്താണ് അറസ്റ്റ് ചെയ്യാത്തതെന്നാണ് ഹൈക്കോടതി ചോദിച്ചത്. ആ പരാമർശം മാത്രം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് നാണമുണ്ടോ? നിങ്ങളുടെ പ്രായം മാത്രം പരിഗണിക്കാം. കോടതി പറഞ്ഞ എന്താണ്? നിങ്ങളുടെ പ്രായം മാത്രം പരിഗണിക്കാം, പക്ഷേ നിങ്ങൾക്കൊരു ദയയില്ല, നിങ്ങൾ ദൈവത്തെ പോലും വെറുതെ വിട്ടില്ല. അത് ശരിക്കും പറഞ്ഞാൽ അതൊരു ഇല്ലാത്ത പ്രയോഗമാണ്. കോടതി സാധാരണ സുപ്രീം കോടതി ഇങ്ങനെ നടത്തുക എന്ന് പറഞ്ഞത്. ആർക്കും ഈ കേസും പറഞ്ഞ് അങ്ങോട്ട് ആർക്കും പോകാൻ പറ്റത്തില്ല. അതായത് ഇതൊരു വല്ലാത്ത ലോക്കാണ്. ഇവർ പെട്ടു, ശരിക്കും ഇവർ അക്ഷരാർത്ഥപ്പെട്ടു. ഇവർ എന്നിട്ടും ചെയ്യാൻ ശ്രമിക്കുന്നത് ഇവർ ഈ ഉള്ള ഉദ്യോഗസ്ഥന്മാരുടെ, നിങ്ങൾ നോക്കൂ, ഈ ശങ്കർദാസിനെ ഇതിന് അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇല്ല, ഹൈക്കോടതി ചോദിച്ചല്ലോ, നിങ്ങൾ എന്തുകൊണ്ട് ശങ്കർദാസിനെ വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തു? അല്ല, പ്രതി ചേർത്തു. ശങ്കർദാസ് പ്രതിയാണ്, വിജയകുമാറും പ്രതിയാണ്, പക്ഷെ അറസ്റ്റ് ചെയ്തില്ല. അവസാനം വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തു, ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ആ ശങ്കർദാസ് ഇവരുടെ പ്രതീക്ഷ സുപ്രീം കോടതി ചെല്ലുമ്പോൾ സുപ്രീം കോടതി ഇവരോട് എന്തുവാടെ പ്രായമായില്ലേ എന്ന് പറഞ്ഞ് രക്ഷപ്പെടുമെന്ന് കരുതി ഈ പോലീസിൻ്റെയും സർക്കാരിൻ്റെയും സഹായത്തോടു കൂടിയാണ് ശങ്കർദാസ് അവിടെ മരിച്ചെന്ന് സുപ്രീം കോടതിയും തള്ളി. ഇനി ഇവർ അറസ്റ്റ് ചെയ്യുമോ ഇല്ലയോ? ഇനി അറസ്റ്റ് നിർബന്ധിതരാണല്ലോ. പക്ഷെ ഇവർ ചെയ്യുന്നില്ലല്ലോ. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇവർ ഇതുവരെ ആയിട്ടും ശങ്കർദാസിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല? അപ്പോൾ സുപ്രീം കോടതി വരെ പോകാൻ അവസരം കൊടുത്ത് രക്ഷപ്പെടുത്താമെന്ന് കരുതി. ഇപ്പോൾ അവർ പറഞ്ഞ് ശങ്കർദാസ് കോമയിലാന്നൊക്കെ പറഞ്ഞു. പിന്നെ എങ്ങനെ സുപ്രീം കോടതി കോമയിരിക്കുന്ന ആൾ പോയത്? ഒപ്പം കൊടുക്കണ്ടേ? അല്ല തന്നെ അയാൾ പറയണ്ടേ കോമയിലാന്ന് പറയണ്ടേ? അപ്പം ഏതെല്ലാം തരത്തിൽ അവസാനത്തെ വാതിലും അടച്ചു സുപ്രീം കോടതി. തൊട്ടനും പിടിച്ച താത്തകം പറയുന്ന CPI ഇന്നൊന്നും വേണ്ടിയിട്ടില്ല ഈ വിഷയത്തിൽ. ഇയാൾ CPI. പിന്നെ CPI ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് CPI കാരനാണെങ്കിലും CPIയുടെ നോമിനിയാന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞ ചില ആളുകളെ നോമിനേറ്റ് പിണറായിയുടെ ആളാണ്. അത് CPI വലിയ CPIയുടെ വലിയൊരു ആദ്യം RSP നേതാവായിരുന്നു. ഞങ്ങളുടെ മത്സരിക്കും അത് RSP നേതാവായിരുന്നു. പിന്നെയാണ് പാർട്ടി വിട്ട് അദ്ദേഹം CPIയിൽ ചേർന്നത്. അതാ പറഞ്ഞത്. അപ്പം ഇത് CPI ഇതിൻ്റെ ഒരു അതുകൊണ്ട് CPIനെ കുറിച്ച് മിണ്ടുന്നില്ല. CPI ന്യായീകരിക്കുന്നില്ലല്ലോ. ഇല്ല, അതില്ല, ന്യായീകരിച്ചില്ല. ഏറ്റവും കൂടുതൽ CPI ന്യായീകരിക്കുന്നില്ലല്ലോ. അപ്പം എന്തായാലും
ശങ്കർദാസിൻ്റെ അറസ്റ്റ് ഇനി ഒഴിവാക്കാൻ ഇവർക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഒരു ഓപ്ഷനുമില്ല. ഹൈക്കോടതിക്ക് ഇനിയിപ്പോൾ സുപ്രീം കോടതി ഓർഡറാന്ന് പറഞ്ഞ് വിട്ടതാണ്. അതെ, മാത്രം ഇത്രയും കടുത്ത ഭാഷയിലാണ്. അടുത്ത ഭാഷ ഇത് ഈ വിഷയത്തിലെ ഏറ്റവും നിർണായകമായ ഒരു വഴിത്തിരിവായി ഇതിനെ വിശേഷിപ്പിക്കേണ്ടി വരും, അല്ലേ? തീർച്ചയായും ഇത് കേരളം ഭരിക്കുന്ന UDF ആയിരുന്നു ഇത്തരത്തിൽ കോടതി വിധി വന്നെങ്കിൽ മുഖ്യമന്ത്രി രാജിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. അയ്യോ, വെച്ചോണ്ടിരിക്കുകയാണ്, ഒരു സംശയവും വേണ്ട. എന്തായാലും വലിയൊരു വഴിത്തിരിവാണ്. ഇവർ വാതിലെല്ലാം അടച്ചു പൂട്ടാൻ ശ്രമിക്കുമ്പോഴും വലിയൊരു പ്രതിസന്ധിയായി ഇത് മാറുന്നു എന്നതിന് തെളിവാണ്. ഇവരിപ്പോഴും സോണിയാഗാന്ധിയൊക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്, കോൺഗ്രസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തന രംഗത്തുണ്ട്. ഫോട്ടോ എടുത്ത് ആരൊക്കെ ഉണ്ടെങ്കിൽ അവരെല്ലാം പിടിച്ച് ചോദ്യം ചെയ്യാന്നുള്ള നീക്കത്തിലാണ്. ഇനി നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കിടക്കാം. അത് തിരുവനന്തപുരം മേയർ ആകേണ്ടിയിരുന്ന ശ്രീലേഖ ഇന്ന് ഒരു മാധ്യമ സ്ഥാപനത്തിന് കൊടുത്ത അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിരിക്കുന്നു, താൻ മേയറാകും എന്ന് കണക്കാക്കപ്പെട്ടതാണ്. അങ്ങനെ തന്നെയാണ് മത്സരിച്ചത്. പക്ഷേ എന്തോ കാരണത്താൽ തന്നെ ആയില്ല എന്ന് പറഞ്ഞു. ഞാൻ ഈ പ്രസ്താവനയെ വളരെ ഇഷ്ടത്തോടെയാണ് നിൽക്കുന്നത്. 2-3 കാര്യങ്ങൾ. ഒന്ന്, ആദ്യം നോക്കേണ്ടത് ആ സുരേന്ദ്രൻ്റെ പോസ്റ്റ് കണ്ടിരുന്നോ? കെ സുരേന്ദ്രൻ ഇല്ല, കെ സുരേന്ദ്രൻ എന്നെ പരിഹസിച്ചുകൊണ്ട് കണ്ടിരുന്നു. അയാൾ എന്തുകൊണ്ടാണ് എന്നെ പരിഹസിച്ചത്? രാജേഷ്, വി രാജേഷ് മേയറായിരുന്നപ്പോൾ സുരേന്ദ്രൻ ഒരു പോസ്റ്റ് ഇടുന്നു, BJPയുടെ കാര്യം തീരുമാനിക്കാൻ പാർട്ടിയുണ്ട്, വ്യാജനസ്കറിയാന്മാർ വേണ്ട എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ അയാൾ പറയുന്നത് പാർട്ടി തീരുമാനിച്ചു, രാജേഷിനെ ആക്കി, അങ്ങൊരു പരിഗണന പോലും ഉണ്ടായിരുന്നില്ല. നമ്മൾ ശ്രീലേഖ ആകും എന്ന് നേരത്തെ ശ്രീലേഖ ആകുമെന്ന് പറഞ്ഞതിനെയാണ് പുരുഷൻ. ഇപ്പൊ ഞാൻ പറഞ്ഞത് വെറും ഊഹാപോഹം അല്ലെന്നും ഇങ്ങനെയായിരുന്നു തീരുമാനിച്ചതെന്ന് ശ്രീലേഖ തന്നെ പറഞ്ഞു. നമ്മൾ അന്നേ പറഞ്ഞിരുന്നു. അതായത് തിരുവനന്തപുരം മേയറാവാൻ BJP കേരള ഘടകം തീരുമാനിച്ചു വെച്ചിരുന്നത്, രാജീവ് ചന്ദ്രശേഖർ തീരുമാനിച്ചു വെച്ചിരുന്നത് ശ്രീലേഖയായിരുന്നു. ആ തരത്തിൽ വാക്ക് കൊടുത്തിട്ടാണ് ശ്രീലേഖ മത്സരരംഗത്തിറങ്ങിയത്. ആ തരത്തിൽ തന്നെയാണ് ശ്രീലേഖ ഇറങ്ങത്തില്ല. പക്ഷെ വിജയം കഴിഞ്ഞ് സമയമായപ്പോൾ ചില പ്രശ്നം ഉണ്ടായി. ആ പ്രശ്നം എന്ന് പറയുന്നത്, ഒന്ന്, ശ്രീലേഖ പോലീസ് ഓഫീസറായിരുന്ന സമയത്ത് ശ്രീലേഖയുടെ ഇരയായിരുന്ന ചില RSSകാരുണ്ട്. അവർ ഈ കാര്യം മോഹൻ ഭഗവതിൻ്റെ അടുത്ത് എത്തിച്ചു, RSS മേധാവിയുടെ അടുത്ത് എത്തിച്ചു. എന്നിട്ട് കാരണം ഇവർ ഭയങ്കര ഇവർ പോലീസ് ഓഫീസറാകുമ്പോൾ നോക്കുന്നില്ലല്ലോ. ഈ മോഹൻ ഭഗവത് ഈ സാധാരണ RSS ഈ കാര്യത്തൊന്നും ഇടപെടാറില്ല. അവർ പറഞ്ഞു, ആരെ ആക്കണം എന്ന് നിങ്ങൾ തീരുമാനം. അല്ലെ, പലരും പറഞ്ഞു RSSന് വേണ്ടി, രാജേഷിന് വേണ്ടി RSS ബാധിച്ചു, ഇല്ല, ആരെ വേണം എടുത്തു, പക്ഷെ ശ്രീലേഖ ആക്കരുത് എന്ന് പറഞ്ഞു ഒരു വശത്ത്. രണ്ടാമത്, ഇവിടുത്തെ കൗൺസിലർമാരിൽ ഭൂരിഭാഗവും ശ്രീലേഖയോട് യോജിച്ചില്ല. അവരുടെ പിന്തുണ രാജേഷിനായിരുന്നു. അവിടെയാണ് രാജീവ് ചന്ദ്രശേഖർ വിവേകപൂർവ്വം തീരുമാനമെടുത്തു, ഇതൊരു കോർപ്പറേഷനിൽ അല്ല വിഷയം, നിയമസഭയാണ്. ഈ ഒരു താല്പര്യം പരിഗണിച്ചില്ലെങ്കിൽ RSS പടങ്ങാം. ഉത്തർപ്രദേശിൽ RSS പടങ്ങിയതിന്റെ മോദി അനുഭവിച്ചത് രക്ഷപ്പെട്ടാണ് അവസാനം. ആണ്. 2, കൗൺസിലർമാരുമായിട്ട് സഹകരിച്ചു പോയിട്ട് നിയമസഭയിൽ എങ്ങനെ കൗൺസിലിലും ആകെ പ്രശ്നമാണ്. നിയമസഭ ഇലക്ഷൻ അത് ബാധിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് കൃത്യമായൊരു തീരുമാനത്തിലൂടെയാണ് വി രാജേഷ്. മാത്രമല്ല രാജേഷും മിടുക്കനാണ്, രാജേഷിന് പരിചയമുണ്ട്. രാജേഷ് ഇപ്പം മേയർ എന്ന നിലയിൽ ഇതുവരെ നല്ല ഗംഭീരം പ്രകടനമാണ് നടത്തിയത്. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ കാര്യം, ഞങ്ങൾ ഊഹാപോഹം പറഞ്ഞതല്ല, ദിസ് ഇസ് എ റിയാലിറ്റി എന്നുള്ള കാര്യം ഇനിയെങ്കിലും ഈ കെ സുരേന്ദ്രൻ മനസ്സിലാക്കണം. അതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എങ്ങനെയാണ് ഇവർ ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു നോക്കി. അതായത് ശ്രീലേഖ പറഞ്ഞ കാര്യം, ശ്രീലേഖ പാർട്ടിക്കെതിരെ പൊട്ടിത്തെറിച്ചിട്ടില്ല, ശ്രീലേഖ ഭീഷണി മുഴക്കിയിട്ടില്ല. ശ്രീലേഖ പറഞ്ഞത് വളരെ സത്യസന്ധമായ കാര്യം പറഞ്ഞു, ഞാൻ മേയറാകുമെന്നാണ് കണക്കാക്കപ്പെട്ടിരുന്നത്, എന്നെ മേയറാക്കാം എന്ന് പറഞ്ഞ് മുമ്പിൽ നിർത്തി മുഖമാക്കി തന്നെയാണ് തെരഞ്ഞെടുപ്പ് നേരിട്ടത്. ജയിച്ചു കഴിഞ്ഞപ്പോൾ എന്തോ കാരണത്താൽ അതെനിക്ക് കിട്ടിച്ചില്ല. ഒരു പക്ഷേ എന്നേക്കാൾ മേയർ എന്ന നിലയിൽ കൂടുതൽ നല്ലത് രാജേഷാണെന്ന് പാർട്ടിക്ക് തോന്നിക്കാണും. അവിടെ ആ ഒരു 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 സത്യസന്ധതയും പറയാനുള്ളത് പറഞ്ഞു, പക്ഷെ പാർട്ടിയെ കുറ്റപ്പെടുത്തുന്നില്ല. അല്ല, അതാണ് വേണ്ടത്. സാധാരണ ചീത്തവിളിയാണല്ലോ. പാർട്ടിയെ കുറ്റപ്പെടുത്താനോ ബലം പിടിക്കാനോ പാര വെക്കാനോ ഒരു മാധ്യമങ്ങളെയും വിളിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ശ്രീലേഖയുമായി നല്ല കോണ്ടാക്ട് ഉണ്ട്, എന്നോട് ഈ കാര്യം പറഞ്ഞിരുന്നു. ഇനി ആ ധൈര്യമായിട്ട് പറയാമല്ലോ, ഈ ഒരു സംഭവിച്ച കാര്യത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ അതിൻ്റെ പേരിൽ പാർട്ടിയെ കുറ്റപ്പെടുത്തിയില്ല എന്ന് മാത്രമല്ല, പാർട്ടിയുടെ തീരുമാനം അംഗീകരിക്കുന്നു എന്ന് പറയുന്നു. മാത്രമല്ല ഒരു കാര്യം കൂടി പറഞ്ഞു, എന്നെ ജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് കൗൺസിലറായിട്ടാണ്. അപ്പോൾ അത് ഇന്നാ ഞാനില്ല എന്ന് പറഞ്ഞ് ഇട്ടേച്ച് പോലെ എന്നെ കിട്ടത്തില്ല, ഞാൻ കൗൺസിലറായി തന്നെ പണിയും. അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകരെ തുടരും എന്ന് പ്രഖ്യാപിച്ചു.
അങ്ങനെയല്ല ചെയ്യേണ്ടത് അല്ലേ? അതെ, അതല്ലാതെ നമ്മളിപ്പോൾ കോർപ്പറേഷൻസ് നടത്തുമ്പോൾ തൃശ്ശൂരെ തന്നെ കണ്ടില്ല, ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോണോ ഉന്നയിച്ചു ബഹളം, രാജിവെപ്പ്, പ്രതിഷേധം, 50 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് 50 ലക്ഷം രൂപ മേടിച്ചിട്ട് അത് മാത്തൂരിലല്ലേ? അതെ, അല്ല മറ്റേ പിന്നെ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മാത്തൂരിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടത്തോടെ മാറിയത്. കൂട്ടത്തോടെ. പക്ഷെ അത് വ്യാജമാണ് കേട്ടോ. അതെ അതെ അതെ, അവരാരും ബി ജെ പിയിലൊന്നും പോയില്ല. അപ്പൊ ഇവര് പറയുകയാണ് ഞാൻ കൗൺസിലറായി എൻ്റെ സേവനം തുടരും. അപ്പം ഈ കൗൺസിലറായി സേവനം തുടരും എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ എന്താ പറയേണ്ടത്, അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ്. കൗൺസിലർ അത്ര മോശം സ്ഥാനമല്ല, കോർപ്പറേഷൻ കൗൺസിലർ ആവുമെന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട. മാത്രമല്ല അവർക്ക് വലിയ റെസ്പെക്ട് കിട്ടും. സാധാരണ കൗൺസിലർക്ക് അപ്പുറത്തേക്ക് അവർ DGP ആയിരുന്നു, മേയറായി പരിഗണിക്കപ്പെട്ട ആളായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് വലിയ റെസ്പെക്ട്. മാത്രം സർവീസിൽ ഒരു നല്ല ഉദ്യോഗസ്ഥ എന്ന് പേരിട്ടിട്ട് ഒരാളുമാണ്. അതാണ്. മാത്രമല്ല അപ്പം അതുകൊണ്ട് ഒരു പക്ഷേങ്കിൽ ഇപ്പം വട്ടിയൂർക്കാവിൽ അവരെ പരിഗണിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പം വട്ടിയൂർക്കാവിലെ അവർക്ക് താല്പര്യമില്ല എന്നാണ് അവരുമായി അടുത്ത വൃത്തങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. വട്ടിയൂർക്കാവ് എനിക്ക് നിയമസഭാ മത്സരം താല്പര്യമില്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ പറയാൻ പറ്റത്തില്ല, കാരണം BJPക്ക് വട്ടിയൂർക്കാവിൽ ഉയർത്തിക്കാട്ടാൻ പറ്റുന്ന, വട്ടിയൂർക്കാവ് BJPക്ക് നിയമം കഴിഞ്ഞാൽ ഏറ്റവും സാധ്യതയുള്ള ഒരു മണ്ഡലമാണ്. അറിയാമല്ലോ, കുമ്മനത്തിന്റെ ആ കഥയെന്ന് പറഞ്ഞേ. കുമ്മനം മത്സരിച്ച 2ാം സ്ഥാനത്തെത്തി എത്രയോ കാലം മുമ്പ്. TNC 3ാം സ്ഥാനത്ത് പോയി. അത് നമ്മൾ ഓർക്കണം. അവിടെ കുമ്മനം മത്സരിക്കുമ്പോൾ അതാണ്. അല്ല, അതിനൊക്കെ മുമ്പ് 80കളിലെങ്ങാണ്ട് BJP അത് പഴയ മണ്ഡലം, അന്ന് നോർത്ത് ആയിരുന്നു മണ്ഡലം. അന്ന് ഈ മണ്ഡലത്തിന്റെ പേര് നോർത്ത് മണ്ഡലം ആയിക്കോട്ടെ. എന്നാലും അവിടെ മത്സരിച്ചത് മാത്രമല്ല വലിയ തോതിലുള്ള മുന്നേറ്റം നടത്തിയില്ല അന്ന് അവിടെ. അന്ന് BJP ഇല്ലെന്ന് ഓർക്കണം. അതെ അതെ, BJP ഒരു ചെറിയ തോതിൽ അങ്ങനെ വളർന്നു വരുന്ന ഒരു അത്രേ ഉള്ളൂ. അന്ന് അവിടെ കുമ്മനല്ലേ മത്സരിച്ചു? കുമ്മനം മത്സരിച്ചു. പാർലമെന്റിലേക്ക് കേരള വർമ്മ രാജ 84 ലക്ഷം. പാർലമെന്റിലേക്ക് 84. അന്ന് BJP തുടങ്ങിയിട്ടേ ഉള്ളൂ, തുടങ്ങി ഇങ്ങനെ വരുന്നതേ ഉള്ളൂ. അന്ന് രണ്ടാമതെത്തി അല്ലേ? രണ്ടാമതെത്തി. ആലോചിച്ച് നോക്കി, തിരുവനന്തപുരത്ത് 84 ഈ വട്ടിയൂർക്കാവ് രണ്ടാമതെത്തിയതാണ്. ആ സീറ്റ് നോർത്ത്, ആ സീറ്റ് ആ സീറ്റ് BJPക്ക് പിടിക്കാനുള്ള സാധ്യത ഇപ്പോഴും ഉണ്ട്. അവർ കൃത്യമായ ഒരു പ്ലേസിംഗ് നടത്തിയാൽ സാധിക്കും. അപ്പോൾ അവിടെ അവർക്ക് പറ്റിയ സ്ഥാനാർത്ഥി ആര്? അപ്പോൾ ഇതുവരെ പ്രധാനമായും പരിഗണിച്ചിരുന്നത് കൃഷ്ണകുമാറിനെയായിരുന്നു. നാടൻ കൃഷ്ണകുമാർ നല്ല സ്ഥാനാർത്ഥിയാണ്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലാണ് താമസം, പ്രവർത്തിച്ച് വളരെ സജീവമായിട്ട് രംഗത്തുണ്ട്. പക്ഷേ ശ്രീലേഖ പരിഗണിക്കാനുള്ള സാധ്യത വന്നപ്പോൾ സ്വാഭാവികമായും ശ്രീലേഖയ്ക്ക് പ്രാധാന്യമുണ്ട്. ഇതിൻ്റെ ഇടയിൽ മറ്റൊരു വാർത്ത കേട്ടു, വട്ടിയൂർക്കാവ് വേണമെന്ന് പറഞ്ഞ് സുരേന്ദ്രൻ ക്ലെയിം ചെയ്ത് വാസ്തവത്തിൽ ഇതൊരു നായർ കാൻഡിഡേറ്റിനെ വെക്കുന്നതാണ്. പക്ഷെ പ്രശാന്ത് നായർ അല്ലാത്തത് കൊണ്ട്, പ്രശാന്ത് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചുകൊണ്ട് അതിന് വേണ്ട എന്നുള്ളതാണ്. പ്രശാന്ത് നായരല്ലല്ലോ, ആ പ്രശാന്ത് അവിടെ 28,000 വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചതുകൊണ്ട് അവർ നോയർ കോൺസ്റ്റിറ്റ്യുവൻസി ഉള്ള ഒരു വാദം വേണ്ട, നായർ കോൺസ്റ്റിറ്റ്യുവൻസി അല്ല എന്ന് പറഞ്ഞ് സുരേന്ദ്രൻ രംഗത്തിറങ്ങി എന്നാണ് പത്രവാർത്തകൾ. ഇനി സുരേന്ദ്രൻ അതിന്റെ പേര് വ്യാജനസ്കറിയാന്ന് വിളിക്കരുത്. കാരണം ഈ പത്രവാർത്തകൾ കണ്ടതാണ് നമ്മൾ പറയുന്നത്. പ്രശാന്ത് ജയിച്ച സാഹചര്യം വേറെയാണ്. പ്രശാന്ത് ജയിച്ച ടോട്ടലി ഡിഫറൻസ് സാഹചര്യമാണ്. ആ സാഹചര്യം അല്ല. തിരുവനന്തപുരത്തിന്റെ സ്വഭാവം അനുസരിച്ച് ഇത് നായർ കോൺസ്റ്റിറ്റ്യുവൻസി തന്നെയാണ്. ആണല്ലോ, എല്ലായിടത്തും എല്ലാ വോട്ടും ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞ ക്രിസ്ത്യൻ ഉദാഹരണത്തിന് പൂഞ്ഞാറ് ഞങ്ങളുടെ മണ്ഡലം ക്രിസ്ത്യൻ കോൺസ്റ്റിറ്റ്യുവൻസി എന്നാണ് പറയുന്നത്. പക്ഷെ അവിടെ 30-35 വോട്ട് മുസ്ലിങ്ങളുണ്ട്. ഈരാറ്റുപേട്ട, എരുമേലി, ഇവിടെ എല്ലാം മുണ്ടക്കയം, ഇവിടെ എല്ലാം മുസ്ലിംസ് ആണ്. അപ്പം അത് ക്രിസ്ത്യൻ കോൺസ്റ്റിറ്റ്യുവൻസി. ഇനി തിരുവമ്പാടി മുസ്ലിം കോൺസ്റ്റിറ്റ്യുവൻസി ആയിട്ടാണ് ലീഗിന് കൊടുത്തിരിക്കുന്നത്. വലിയ തോതിൽ ക്രിസ്ത്യൻസ്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിൽ എല്ലാവരും ഉണ്ടെങ്കിലും വട്ടിയൂർക്കാവിന്റെ ഒരു അപ്പർ ഹാൻഡ് എന്ന് പറയുന്നത് നായർ. അത് നോർത്ത് ആയിരുന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നല്ലോ. ജി കാർത്തികേയൻ, MB ജയകുമാർ ഒക്കെ ജയിച്ചിട്ടുണ്ട് അവിടെ ഉണ്ടായി. അതാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ എന്തായാലും സുരേന്ദ്രൻ ക്ലെയിം ചെയ്തിട്ടുണ്ട്. പക്ഷേ ശ്രീലേഖ സമ്മതിച്ചാൽ ഏറ്റവും കൂടുതൽ സാധ്യത ശ്രീലേഖയ്ക്കാണ്. ശ്രീലേഖയ്ക്ക് വിജയസാധ്യതയും കൂടുതലാണ്. തീർച്ചയായും. കാരണം മാത്രമല്ല അത് വളരെ സമൂഹത്തിൽ ഉയർന്ന വിദ്യാഭ്യാസമുള്ള ആൾ താമസിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. ഈ നിയമസഭയ്ക്ക് അതിൻ്റെ തോന്നുന്നു അല്ലേ? എന്തോ നിയമസഭ ആണോ? MLA ആണ്. അപ്പൊ പിന്നെ നിയമസഭയായിരിക്കും. അപ്പൊ എന്തായാലും അതിനുള്ള സാധ്യതയും കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് ആ ഭാഗം കൂടി അവസാനിപ്പിക്കാം. നമ്മുടെ ഏറ്റവും അവസാനത്തെ വിഷയം, 4ാമത്തെ വിഷയം, അത് കോൺഗ്രസിന്റെ ഇപ്പം വയനാട് നടക്കുന്ന അവരുടെ സമ്മേളനം. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അത്ഭുതം തോന്നുന്നുണ്ട്. കാരണം കോൺഗ്രസിന് ഇത്രയും അച്ചടക്കത്തോടു കൂടി ഒരു മീറ്റിംഗ് നടത്താൻ കഴിയുക 2 ദിവസം, അത് ഒരു എല്ലാ നേതാക്കളുണ്ട്. 200ഓളം നേതാക്കളുണ്ട്. അവരെല്ലാവരും അവിടെ ഉണ്ട്. മാത്രമല്ല ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, വളരെ സമാധാനപരമായിട്ടാണ് ഓരോരുത്തർക്കും സംസാരിക്കാനുള്ള അവസരം കൊടുക്കുന്നുണ്ട്. അവർ സംസാരിക്കുന്നുണ്ട്. യാതൊരു തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങളുണ്ട്. സാധാരണ കോൺഗ്രസിന് ഏത് സമ്മേളനം നടക്കുമ്പോൾ അവിടെ അടിയടക്കും എന്നുള്ള ഉറപ്പാണ്. പിടി ഗുസ്തിയൊക്കെയാണ്.
വളരെ ഡിസിപ്ലിൻഡ് ആയിരുന്നു. അത് എനിക്ക് ഏറ്റവും തോന്നിയത് നേതാക്കന്മാരുടെ ബോഡി ലാംഗ്വേജ് കണ്ടായിരുന്നു. എല്ലാവരും വളരെ ആത്മവിശ്വാസത്തിലാണ്. അല്ല, ഇവർക്ക് വിജയിക്കാതിരിക്കാൻ അതാണ് കാര്യം. ഇവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല. അതാണ് യഥാർത്ഥ വിഷയം. അപ്പോൾ കോൺഗ്രസ് ഇവിടെ കൊണ്ടിരിക്കുന്ന തീരുമാനം, ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് അവർക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട അവരുടെ പല നിർദ്ദേശങ്ങളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വാർഡിൽ താഴത്തെ വാർഡുണ്ടല്ലോ, വാർഡിൽ 100 വോട്ട് തോറ്റവരും ജയിച്ചവരും 100 വോട്ട് അധികം പിടിച്ചാൽ പ്രത്യേക പാരിതോഷികം പണമല്ല, പദവി. പക്ഷെ 100 വോട്ട് അധികം പിടിക്കുക സാധ്യമല്ല. ഏത് വാർഡിൽ? ഒരു വാർഡിൽ, ആ വാർഡിൽ ഒരുപക്ഷെ 400-500 വോട്ടിനായിരിക്കും ആകെ കിട്ടിയിരിക്കുന്നത്. ഏറിയാൽ 800 വോട്ട്. അങ്ങനെ ജയിച്ച ഒരാളോ തോറ്റയാളോ 100 വോട്ട് പിടിക്കാൻ പ്രയാസം. പക്ഷേ ചെയ്യാൻ പറ്റേണ്ടത് വാർഡിൽ നിലവിലുണ്ടായിരുന്നതിനേക്കാൾ വോട്ട് പിടിക്കും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കിട്ടിയതിനേക്കാൾ വോട്ട് പിടിക്കുന്നവർക്ക് പാരിതോഷം. 100 എന്ന് പറയേണ്ട കാര്യമില്ല. പുറകോട്ട് പോകുന്നവർക്ക് പണിയും കൊടുക്കണം. അതിന്റെ കാര്യമില്ല, പ്രവർത്തിക്കേണ്ട കാര്യമില്ല. അങ്ങനെ വന്നാൽ കാരണം ഈ കോൺഗ്രസ് നേരിടുന്ന, ഞാനിതിനെ വളരെ പോസിറ്റീവായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ കോൺഗ്രസ് പാർട്ടി നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി വാസ്തവത്തിൽ CPIM പടിപടിയായി നീക്കി ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു 5-6 മാസം മുമ്പ് കൊണ്ട് വെച്ചത് 3 മാസം കൊണ്ടുപോയി. കോവിഡിന്റെ പേരിലൊക്കെ അവർ മനഃപൂർവ്വം നടത്തിയില്ലേ. അതിന് ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഈ കോൺഗ്രസ് പാർട്ടിയിൽ ഭയങ്കര അടി നടക്കുന്നത് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലാണ്. സീറ്റ് കിട്ടിയവൻ കിട്ടാത്തവനും തോറ്റവനും ജയിച്ചവനൊക്കെ അടിയാണ്. ഈ അടിയുടെ ഒരു ഇമ്പാക്റ്റ് ഒരു 4-5 മാസം നീണ്ടു നിൽക്കും. ഈ കാലയളവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തോറ്റവൻ ജയിച്ചവന്റെ പാർട്ടിക്കാരൻ തോപ്പിക്കാൻ ഇറങ്ങും. ഈ നേതാവിന്റെ അനുയായിയാണ് ജയിച്ചത്. അതങ്ങനത്തെ എല്ലാ MLA-മാർക്കും ഓരോ സ്ഥലത്ത് ഒരാളുണ്ടാവുള്ളൂ. അയാളുടെ ആളാണ് ജയിച്ചു നിൽക്കുക. ആ തോറ്റവൻ അല്ലെങ്കിൽ പുറകോട്ട് പോയി അലമുണ്ടാക്കാൻ വരും. ഇപ്പം ഈ ഒരു അസ്വസ്ഥതയെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആണ് CPM കൊണ്ട്. അതിനുള്ള പരിഹാരമാണ് നിങ്ങൾ അവനവൻ്റെ വാർഡിൽ വോട്ട് കൂട്ടിയാൽ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടും, വോട്ട് കുറഞ്ഞാൽ സാധനം പോകുമെന്ന് പറഞ്ഞാൽ അത് ഗംഭീരൻ സൊല്യൂഷൻ. അതിനെ അംഗീകരിക്കാൻ മാത്രമല്ല കോൺഗ്രസിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ വളരെ പ്രൊഫഷണൽ അപ്രോച്ചാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് പണ്ടേ ഇത് സ്വീകരിച്ചിരുന്നെങ്കിൽ ഉണ്ടല്ലോ, കോൺഗ്രസ് ഇതിനെ കഴിഞ്ഞ ഭരണം കിട്ടുമായിരുന്നു ഒരു പക്ഷേ. പിന്നെ ആകപ്പാടെ ഒരു ഗുണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഈ പിണറായി വിജയൻ സതീശന് ഒരു എഡ്ജ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. സതീശനെ മുഖ്യമന്ത്രിയാക്കി അടങ്ങുള്ള അവസ്ഥയിലേക്ക് കഴിഞ്ഞ എന്തൊരു അബദ്ധമാണ് ഇത് കാണിച്ചത്. കഴിഞ്ഞ തവണ നമുക്ക് ഓർമ്മയുണ്ടല്ലോ, സോളാറിന്റെ പേരിൽ CBIക്ക് അന്വേഷണം വിട്ടതിന്റെ വേറെ പതിപ്പായി മാറിയത്. വിജിലൻസ് കൈമലത്തി കാണിച്ച വിജിലൻസ് കേസ് അന്വേഷിച്ചു. ഒന്ന് രാജ്മോഹൻ VD സതീശന്റെ അക്കൗണ്ടിലേക്കോ VD സതീശൻ ട്രസ്റ്റ് അംഗമായിരിക്കുന്ന ട്രസ്റ്റിലേക്ക് പണം വന്നിട്ടില്ല. VD സതീശൻ വിദേശത്ത് പോയി പണം പിരിച്ചിട്ടുണ്ടെങ്കിൽ, തെളിവുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഈ ഫെമ നിയമം അനുസരിച്ച് കേസെടുക്കാം. പക്ഷെ ആ പണം VD സതീശനുമായി ബന്ധമുള്ള അക്കൗണ്ടിലേക്ക് വരണം. ഇത് VD സതീശൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല. ഈ പറയുന്ന എന്താണ് മണപ്പാട്ട് ട്രസ്റ്റ്, എന്തോ ഒരു ട്രസ്റ്റ്, ആ ട്രസ്റ്റിന് വിദേശ പണം സ്വീകരിക്കാൻ അധികാരം ഉണ്ടെങ്കിൽ അവർക്ക് സ്വീകരിക്കാം. അത് ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അയാൾ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അതിനുള്ള അവകാശമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പണം എങ്ങോട്ട് പോയി? അവിടെ ചെന്നിട്ട് VD സതീശൻ, ഞാൻ 2 കാര്യങ്ങൾ. ഒന്ന് നിയമത്തിന് മുന്നിൽ VD സതീശൻ സേഫാണ്. ഒരു കാരണവശാലും VD സതീശനെ ആർക്കും കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം VD സതീശൻ അക്കൗണ്ടിൽ വന്നിട്ടില്ല. ഈ മണപ്പാട്ട് ട്രസ്റ്റ് VD സതീശൻ ഇല്ല. 2 ധാർമ്മികത. അവിടെ പോയി പണം പിരിച്ചിട്ട് മണപ്പാട്ട് ട്രസ്റ്റിലേക്ക് അയച്ചിട്ട് വീട് പണിയാൻ പറഞ്ഞ് പണം പിരിക്കുന്നു മണപ്പാട്ട് ട്രസ്റ്റിലേക്ക്. എന്നിട്ട് VD സതീശൻ പിൻവലിച്ചിട്ട് പോക്കറ്റ് അടിച്ച് പുട്ടടിച്ചാൽ പ്രശ്നമാണ്. ഈ പണം കൃത്യമായി ആ മുഴുവൻ പണവും പിന്നെ ഇതിൻ്റെ അകത്ത് എന്താണ്? അല്ല, ഇതെന്നാണ് ഇത് വെറുതെ വേറെ ഒന്നും ഇനി ചെയ്യാനില്ലാത്ത സ്ഥിതിക്ക് ലാസ്റ്റ് റിസോർട്ട് എന്നുള്ള രീതിയിൽ എടുത്ത് പ്രയോഗിക്കുന്നതാണ്. അല്ല, അതെന്തായാലും VD സതീശൻ ഗുണം ചെയ്യും. VD സതീശൻ മുഖ്യമന്ത്രി കസേരയിലേക്ക് വേഗത്തിൽ, അതായത് കോൺഗ്രസിന്റെ അകത്ത് തന്നെ ഈ വടംവലിക്കിടയിൽ ഒരു എഡ്ജ് ഉണ്ടാക്കി കൊടുത്തു VD സതീശൻ. നല്ലൊരു എഡ്ജ് ഉണ്ടാക്കി കൊടുത്തു. ഇന്നലെ എല്ലാ നേതാക്കന്മാരും സതീശൻ പ്രൊട്ടക്ട് ചെയ്യാൻ എത്തേണ്ടി വന്നു. കാരണം VD സതീശൻ കഴിഞ്ഞാൽ രണ്ടാമത് നിൽക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്. ചെന്നിത്തലയ്ക്ക് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഇതിൽ എന്താ വെച്ചാൽ ഒരു അവസരം കിട്ടുന്നില്ല ചെന്നിത്തലയ്ക്ക്. അതാണ് അതിന്റെ ഇതുവരെ ആയിട്ട് ചെന്നിത്തലയ്ക്ക് പ്രതിപക്ഷ നേതാവ് ആയിരുന്നെങ്കിൽ അതിന് എഡ്ജ് കിട്ടിയേനെ. ഇപ്പൊ ചെന്നിത്തലയ്ക്ക് ഒരിടത്തും അങ്ങോട്ട് മുമ്പോട്ട് കയറാൻ അവസരം കിട്ടുന്നത് മാത്രമല്ല, ശ്രദ്ധിച്ചൊരു കാര്യം ചെയ്തു, ഈ ചെന്നിത്തലയും VD സതീശനും മത്സരിച്ച് ഇന്റർവ്യൂകൾ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ പലയിടത്തും. ഇപ്പോൾ ഈ പുതിയ ട്രെൻഡാണ് ഈ പോഡ്കാസ്റ്റ്. പക്ഷെ VD സതീശന് ഇന്റർവ്യൂ കിട്ടുന്ന സ്വീകാര്യത ചെന്നിത്തല ഇന്റർവ്യൂ കിട്ടുന്നില്ല. അത് വളരെ കൃത്യമായിട്ട് ജനമനസ്സിൽ ചെന്നിത്തലയേക്കാൾ സ്വീകാര്യത VD സതീശൻ. മാത്രമല്ല, എനിക്ക് തോന്നിയിട്ടുള്ളത് സതീശനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ന്യൂജൻ ഒരുപാട് പേരുണ്ട്. ആ രീതിയിൽ അദ്ദേഹത്തിന് കുറച്ചുകൂടെ ഫോർവേഡായി വരാൻ കഴിയുന്നുണ്ട്. ആകപ്പാട് അദ്ദേഹത്തിന് ചില പിടിവാശികൾ. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ കിടന്ന് ഇങ്ങനെ ബഹളം വെക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. അതൊരു ഒരു സ്റ്റെപ്പ് എടുത്ത് പൊക്കോട്ടെ. ഈ പിന്നാലെ നടന്ന് ശല്യം ചെയ്ത് ബുദ്ധിമുട്ടിച്ച്
മറ്റാർക്കും ഇല്ലാത്ത തരത്തിൽ വാശി കാണിച്ച് CPM ഉം BJP യും പറയുന്ന പോലെ അല്ലല്ലോ കോൺഗ്രസ് കോൺഗ്രസ് നേതാവാണ്. അത്തരം ചില വാശികൾ മാത്രമല്ല അതുണ്ടാക്കിയിരിക്കുന്ന നഷ്ടമുണ്ട്. അതായത് നമ്മുടെ ഈ ഷാഫി പറമ്പിൽ വലിയ പിന്തുണയുണ്ടായിരുന്നു VD സതീശന്. ഷാഫിയുടെ പിന്തുണ മാറി. ഈ രാഹുൽ ഷാഫിയ ചെറുപ്പക്കാരുടെ പിന്തുണ ഇപ്പോൾ കേസിക്കാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ വളരെ ചുരുക്കി പറയാം, ഈ മുഖ്യമന്ത്രി കസേരയിലേക്ക് രണ്ടുപേരേ ഉള്ളൂ രംഗത്ത്, VD സതീശനും KC വേണുഗോപാലും. രമേശ് ചെന്നിത്തല ഔട്ടായില്ല. KC വേണുഗോപാൽ ഉണ്ട്, വേറെ ആരുമില്ല. KC വേണുഗോപാൽ ആഗ്രഹിച്ചാൽ KC വേണുഗോപാൽ ആവുകയും ചെയ്യും, വേറെ ആരുമില്ലാത്തൊരവസ്ഥ ആഗ്രഹിച്ചിട്ടുണ്ട്. അതേസമയം നമ്മളിതിൻ്റെ പറയേണ്ട പുനർജനി പറയുമ്പോൾ നമ്മൾ മറ്റേ വിഷയം പറഞ്ഞില്ല. അതായത് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ മിനിമം 85 സീറ്റ് നേടും. 100 ലക്ഷം വെക്കണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 85 നേടണം. 2001 AK മുഖ്യമന്ത്രി ആ തെരഞ്ഞെടുപ്പുണ്ടല്ലോ, അന്ന് 99 സീറ്റ് കിട്ടിയത്. വലിയ വിജയം തന്നെയായിരുന്നു അന്നുണ്ടായത്. വലിയ വിജയം ഉണ്ടായിരുന്നു. 77 110 സീറ്റ് കിട്ടിയെന്നുള്ള ഓർത്തണം. അന്ന് UDF അല്ല UF ആണ്. CPI കഴിഞ്ഞ ദിവസം കഴിഞ്ഞാണ് തെരഞ്ഞെടുപ്പിൽ 110 സീറ്റ്. അതെ, ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും കോൺഗ്രസുമായിട്ട് ഉന്നം പാടി. ഇപ്പം കേരളത്തിൽ മാത്രം ഇത്രയും വലിയ ഭൂരിപക്ഷത്തിന് കോൺഗ്രസ് തിരിച്ചു വന്നു. 110 സീറ്റ്. ഇത് ഇപ്പം അവർ പറയുന്നത് എനിക്കതിനകത്ത് കൊള്ളാവുന്ന ഒരു തോന്നുന്നു. ഇത് ഞാൻ പറഞ്ഞത് ഇപ്പം മലപ്പുറം നോക്കുക, 16 മണ്ഡലമാണ്. ഈ 16 മണ്ഡലത്തിലും ജയിക്കാവുന്ന അവസ്ഥയുണ്ട്. ഇപ്പം നിലമ്പൂർ LDF-നായിരുന്നു, പൊന്നാനി LDF-നായിരുന്നു, തവനൂർ LDF-നായിരുന്നു, പല സ്ഥലത്തും LDF ഉണ്ടായിരുന്നു. വളരെ വർഷങ്ങളായി ഇപ്പോൾ LDF കൈയടക്കി വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ അതിനുള്ളൊരു സ്ഥിതിയിൽ മാറ്റം ഉണ്ടാവും. ഈ ഒരു സാഹചര്യത്തിലെ പൊന്നാനിയാണ് ഈ 16-ൽ ആകപ്പാട്. ഇപ്പം തവനൂറും താനൂരും ഒക്കെ ഇവർക്കാണ്. ഇപ്പം തവനൂർ ഫോർ എക്സാമ്പിൾ നേരിയ വോട്ടിനാണ് എവിടെ LDF ജയിച്ചത്, KT ജലീൽ. ഈ തവനൂര് സന്ദീപ് വാര്യരാണ് സ്ഥാനാർത്ഥി എന്ന് കരുതുക. സന്ദീപ് വാര്യർക്ക് അവിടെ 60% ഹിന്ദുക്കളുണ്ട്. മലപ്പുറം ജില്ലയിൽ ഏറ്റവും അധികം ഹിന്ദുക്കളുള്ള മണ്ഡലങ്ങളൊന്നും തവനൂരാണ്. ഈ തവനൂരിൽ ഈ ഹിന്ദു വോട്ടിൻ്റെ ഒരു ഇതുണ്ടാവും. മാത്രമല്ല അവിടെ മുസ്ലിം വോട്ടും ഇയാൾക്ക് കിട്ടും, സന്ദീപ് വാര്യർക്ക്. എന്നുവെച്ചാൽ തവനൂരിൽ സന്ദീപ് വാര്യരാണ് മത്സരിക്കുന്നെങ്കിൽ കുറഞ്ഞൊരു 25,000 വോട്ടിന് ഭൂരിപക്ഷത്തിൽ അവിടെ ലീഗ് ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ജയിപ്പിച്ചേ പോത്തും. അപ്പോൾ തവനൂരിലെ എന്ന് മാത്രമല്ല, ഈ സന്ദീപ് വാര്യർക്ക് ഏറ്റവും കൂടുതൽ സാധ്യത തവനൂർ ഞാൻ കാണുന്നതിൻ്റെ കാര്യം, ഇപ്പം ഈ പൊന്നാനിയിൽ മത്സരിക്കുന്നത് മറ്റേ ആരാണ്, എന്തലിയാണ്, നൗഷാദ് അലിക്ക് സീറ്റ് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം നൗഷാദ് അലിക്ക് കമ്മിറ്റ് ചെയ്തിരിക്കുവാണ് പൊന്നാനിയിൽ. അപ്പം പൊന്നാനിയിലാണ് പൊതുവെ ഹിന്ദു സ്ഥാനാർത്ഥിയെ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പകരം മാത്രമല്ല നിലമ്പൂർ പോയി. നിലമ്പൂർ ഷൗക്കത്തായി. അപ്പം നിലമ്പൂർ ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയെ വെക്കാൻ സ്കോപ്പ് ഉണ്ടായിരുന്നു, പോയി. പൊന്നാനിയിലൊരു പൊന്നാനിയില് നൗഷാദ് അലി വന്നു. അപ്പോൾ അവർക്ക് ഇനി ഉള്ള 4 മണ്ഡലത്തിൽ 2 പോയി. പിന്നെ ഒന്ന് അനിൽകുമാറാണ്, വണ്ടൂർ സംവരണ അനിൽകുമാറിനെ മത്സരിക്കാൻ പറ്റൂല. അവിടെ ഒരു മാറ്റമില്ല. മാത്രമല്ല സീനിയർ നേതാവാണ്, മന്ത്രിയാണ്. അപ്പം പിന്നെ അവരുടെ മുമ്പിലുള്ള വഴി തവനൂരിൽ സന്ദീപ് വാര്യരെ പരിഗണിക്കുന്നത്. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അത്തരത്തിൽ മലപ്പുറത്ത് 16 കിട്ടുന്നു. ഇപ്പോൾ കോട്ടയത്തേക്ക് വരൂ. കോട്ടയത്ത് വലിയൊരു മാറ്റം തന്നെ ഉണ്ടാക്കാൻ പറ്റും. ജില്ലാ പഞ്ചായത്ത് എല്ലാം പിടിച്ചു. പത്തനംതിട്ടയിലും ഇടുക്കിയിലും മുഴുവൻ സീറ്റുകളും കിട്ടും. ഈ ഇടുക്കിയിലെ പീരുമേടൊക്കെ കഷ്ടിയാ പോയത്. ഉടുമ്പൻചോലയാണ് അവിടെ ഏറ്റവും കൂടുതൽ LDF-നുള്ളത്. ഇടുക്കി ദേവികുളം എല്ലാം തൂത്തുവാരി എടുക്കാവുന്ന ഒരു സാഹചര്യം. ഉടുമ്പൻചോല പോലും മണി മറ്റേ ഇയാള് നമ്മുടെ പഴയ MLA രാജേന്ദ്രൻ ഇടഞ്ഞും കൂടെ നിൽക്കുകയാണ്. രാജേന്ദ്രൻ BJP-യുടെ സ്ഥാനാർത്ഥി കുറച്ച് വോട്ട് പിടിക്കും. അതെ. അപ്പം അവിടെ ഒരു കുമാർ എന്ന് പറഞ്ഞൊരു സ്ഥാനാർത്ഥിയുണ്ട് ദേവികുളം, കോൺഗ്രസ്സുകാരൻ. അയാൾ നല്ല ഗ്രിപ്പുള്ള ആളാണ്. സേനാപതി വേണു ഉടുമ്പൻചോലയാണ്. പക്ഷെ സേനാപതി വേണു ഇനി മത്സരിക്കത്തില്ലെന്ന് പറഞ്ഞു. കുത്തോല എടുത്ത് പോയി ഒരു പ്രാവശ്യം മത്സരിക്കും. കംപ്ലീറ്റ് കോൺഗ്രസ്സുകാരല്ലേ വല്ലോ കൊടുക്കുമോ? അയാളോട് ഒരിക്കൽ ഞാൻ സംസാരിച്ചു, വിഷയം ഇല്ല MLA ആയില്ലെങ്കിൽ ഇല്ലെന്നുള്ളൂ. പാർട്ടിവേശത്തിൽ ഇത്തരക്കാരെ നിർത്തണം. കാരണം അത് മിടുക്കനാണ്. നമ്മൾ ചാനലർച്ചലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് നല്ല ഭംഗിയായിട്ട് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ അസാമാന്യ കഴിവുള്ള ആളാണ്. അപ്പം അതുപോലെ പത്തനംതിട്ട എല്ലാ ആറന്മുള ഗ്യാരണ്ടി. വീണ ജോർജ് ആണെങ്കിൽ എപ്പോൾ തോറ്റത്, ഇപ്പം 8 മണിക്കാണ് വോട്ടുകൾ തുടങ്ങി, 7 മണിക്ക് തോക്കും വീണ ജോർജ് ആണെങ്കിൽ. പത്തനംതിട്ടയിലെ എല്ലാ അവസ്ഥയും അങ്ങനെ. ആറന്മുളയാണെങ്കിലും ശരി, റാന്നി, ഒരുമാതിരിപ്പെട്ട എല്ലാ തിരുവല്ല ആ ജില്ല ഉണ്ടാക്കി കൊടുത്ത പാർട്ടിയല്ലേ അയാൾ മത്സരിക്കാൻ സാധ്യതയില്ല തിരുവല്ലയിൽ. ആകപ്പാടെ പത്തനംതിട്ട സാധ്യതയുള്ള തിരുവല്ലയിലെ മാത്യു തോമസ്.
മറ്റേ ജനതാദൾ ജനതാദൾ. അങ്ങനെ മത്സരിക്കത്തില്ല, അങ്ങനെ നല്ല സൽപ്പേരുണ്ട്. അതെ, കോൺഗ്രസ് എടുക്കുമെന്നാണ് പറയപ്പെടുന്നത്. നേരത്തെ കാരണം ജോസഫ് ഗ്രൂപ്പിനായിരുന്നു, പുതുശ്ശേരിയായിരുന്നു കഴിഞ്ഞ തവണ മത്സരിച്ചെന്ന് തോന്നുന്നു. അല്ല, കഴിഞ്ഞ പ്രാവശ്യം ജോസഫിന്റെ ആരോ ഒരാൾക്ക് കൊടുത്തു. അതെ, ജോസഫ് ഗ്രൂപ്പിനായിരുന്നു പുതുശ്ശേരിക്ക് സീറ്റ് ഇല്ല, ജോസഫ് ഗ്രൂപ്പിനാണ് കൊടുത്തത്. കുഞ്ഞു കൊച്ചിയോ അങ്ങനെ കണ്ട് ജോസഫിന്റെ ഒരു ബന്ധുവിനാണ് കൊടുത്തത്. അപ്പം ഇത്തരത്തിൽ ഒരുപാട് ഇപ്പം ചെങ്ങന്നൂര് BJP വലിയ എഡ്ജ് ഉണ്ടാക്കി. നേരത്തെ അതായത് CPM സ്വാധീനമുള്ള പലയിടങ്ങളിലും BJP എഡ്ജ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ആലപ്പുഴ ജില്ലയിലെ കായംകുളം ശോഭാ സുരേന്ദ്രൻ അവിടെ ശോഭ മത്സരിക്കാൻ. അതെ, ഇവിടെ ചെങ്ങന്നൂര് ഇയാളാണ് നമ്മുടെ വാചസ്പതിയാണ് മത്സരിക്കാൻ പോകുന്നത്. അപ്പോൾ BJP ഇവിടെ എല്ലാം എഡ്ജ് ഉണ്ടാക്കുന്നുണ്ട്. തിരുവനന്തപുരത്തെ 5 സീറ്റിലെങ്കിലും BJP എഡ്ജ് ഉണ്ടാക്കും. അപ്പം BJP എഡ്ജ് ഉണ്ടാക്കുമ്പോൾ വോട്ട് കുറയുന്നത് CPM. കാരണം ഹിന്ദു വോട്ടുകളാണ് പോകുന്നത് ഭൂരിപക്ഷവും, മുസ്ലിം വോട്ടുകൾ നഷ്ടപ്പെടുന്നില്ല. അപ്പം കോഴിക്കോടേക്ക് നോക്കുക. കോഴിക്കോട് ആകപ്പാടെ ലീഗിന്റെ 2 സീറ്റ് മാത്രമേ ഉള്ളൂ. ലീഗിന്റെ അല്ല, ഒരു ലീഗും ഒന്ന് രമേയും, ഡോക്ടർ മുനീറും കോൺഗ്രസ് ഒരു സീറ്റും ഇല്ല. പക്ഷേ ഇക്കുറി അവസ്ഥ അതല്ല. കോഴിക്കോട് ഈവൻ അൻവറിനെ നിർത്തിയാൽ ബേപ്പൂർ പോലും കിട്ടും. കൊയിലാണ്ടിക്ക് പോലുള്ള കോൺഗ്രസിന്റെ കയ്യിൽ എല്ലാം അവിടെ കുറ്റ്യാടി, പേരാമ്പ്ര ഭയങ്കര ടൈറ്റ് ആയിരിക്കും, പക്ഷെ കുറ്റ്യാടിയുണ്ട്, അല്ലെങ്കിൽ കൊടുവള്ളി കിട്ടിയിട്ടുണ്ട്, ഒരുപാട് സീറ്റുകളുണ്ട്. ആ സീറ്റുകൾ ഇപ്പോൾ കുന്നമംഗലം ഇഷ്ടംപോലെ സീറ്റുകളുണ്ട്. അപ്പോൾ അവിടെ കോഴിക്കോടൊക്കെ വലിയ വർധനയായിരിക്കും. കണ്ണൂർ ഒരു കാര്യമായി എന്നാൽ വരാം. ഏതാണ് ഇപ്പൊ ഇരിക്കൂർ പേരാവൂരുള്ളൂ, കണ്ണൂര് കിട്ടും. കണ്ണൂർ മുമ്പും കിട്ടുമല്ലോ കോൺഗ്രസ്. തളിപ്പറമ്പ് കടന്നപ്പള്ളി ആയതുകൊണ്ട് മാത്രമാണ് ഇത്തവണ 2 തവണ ജയിച്ചത്. തളിപ്പറമ്പ് കിട്ടാം. അതെ, അതുപോലെ കാസർഗോഡ് ഉദുമ അവിടെ എല്ലാം കിട്ടാം. അപ്പൊ ഇത്തരത്തിൽ UDF അനുകൂലമായ ഒരു അന്തരീക്ഷം സംസ്ഥാന വ്യാപകമായി രൂപം. എറണാകുളം ജില്ലയിലെ ആകപ്പാടെ അവർക്ക് സാധ്യതയില്ല. കോതമംഗലം പോകും, കോതമംഗലം, മൂവാറ്റുപുഴ, പെരുമ്പ എല്ലാം UDF. ആകപ്പാടെ അവർക്ക് സാധ്യത എറണാകുളത്ത് ഇപ്പോൾ വൈപ്പിൻ മാത്രമാണ്. വൈപ്പിനല്ലാതെ ഇപ്പം കൊച്ചിയും ഒക്കെ UDF കിട്ടുന്നത്. അതായത് ഒരു UDF തരംഗം പോലും ഈ 3-4 ജില്ല, പ്രത്യേകിച്ച് വയനാട് 3 കിട്ടും. അതെ, അതായത് കോട്ടയം, എറണാകുളം, പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, വയനാട് 7 ജില്ലകളിലും UDF തരംഗമായിരിക്കും. തിരുവനന്തപുരത്തേക്ക് വരുമ്പം BJPയുടെ ഒരു ഇടപെടലുള്ളത് കൊണ്ട് ഇപ്പം ഞാൻ പറഞ്ഞ 10 സീറ്റ് ലോക്സഭ കഴിഞ്ഞ നഗരസഭയിലുണ്ടായിരുന്ന കോൺഗ്രസ് പാർട്ടി 19 സീറ്റ് കിട്ടി. അതിൻ്റെ കാരണം BJP കുറെ കൊണ്ടുപോയതാണ്. ഈ ഒരു മാറ്റം തിരുവനന്തപുരത്തുണ്ടാകാം. CPM വലിയ തിരിച്ചടി. അതായത് കുറേ 3-4 സീറ്റ് BJP കൊണ്ടുപോകാം, കുറേ സീറ്റ് കോൺഗ്രസിന് കൊണ്ടുവരാം. പിന്നെ അവരുടെ ചില കുത്തക സീറ്റുകളുണ്ടല്ലോ. ഇപ്പൊ എൻ്റെ മണ്ഡലം അരുവിക്കര, കഴിഞ്ഞ തവണ മാത്രമാണ് അവിടെ തോറ്റത്. നമ്മുടെ അരുവിക്കര, കാട്ടാക്കട, ഇതൊന്നും CPM തവണ പോകും. എനിക്ക് പിന്നെ വർക്കല അത്യാവശ്യം സാധ്യതയുണ്ട്. അത് എനിക്ക് തോന്നുന്നു കോൺഗ്രസിന് അവിടെ ഉചിതമായ സ്ഥാനാർത്ഥി ഭയങ്കര ജനകീയനാണ്. ജില്ലാ സെക്രട്ടറിയാണ് പാർട്ടിയുടെ. പിന്നെ പാറശാലയുണ്ട്, നെയ്യാറ്റിൻകര സ്ഥലത്തൊക്കെയുള്ള അതാണ്. അവിടുത്തെ പല CPM MLA-മാർ അവർക്ക് ജനങ്ങൾ നല്ല ബന്ധമുള്ളവരാണ്. അത്തരം സ്ഥലങ്ങൾ YB സതീഷ്, കാട്ടാക്കട. എന്തായാലും കോൺഗ്രസ് പാർട്ടി ഒരു 85 സീറ്റ് നേടിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല, അല്ലേ? അതെ, 85 സീറ്റ് നേടിയാൽ അത്ഭുതപ്പെടേണ്ട. കാരണം മാത്രമല്ല അവർ ഇന്ന് കാണിച്ച ഈ 2 ദിവസങ്ങളിൽ കാണിച്ച ഈ ഒരു പ്രൊഫഷണലിസവും അച്ചടക്കവും എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ, അത് തെരഞ്ഞെടുപ്പ് വരെ അത് നിലനിർത്താൻ കഴിഞ്ഞാലുണ്ടല്ലോ കോൺഗ്രസിന് ഈസി വാക്ക് ഓവറാവും. എന്തായാലും UDF-ന്റെ ഭരണം സാധ്യത ശക്തമായി കൂടിയിട്ടുണ്ട്. LDF-ന്റെ തോൽവി, BJPയുടെ ഒരു വളർച്ച, ഇതൊക്കെ സംഭവിക്കും എന്നുള്ള ലക്ഷണം. ഇതിനെയൊക്കെ അട്ടിമറിക്കാൻ പിണറായി പലതും നോക്കുന്നു. ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നുണ്ട്, അതുപോലെ സ്വർണ്ണക്കടത്ത് കോൺഗ്രസിലേക്ക് വിടാൻ ശ്രമിക്കുന്നുണ്ട്, ഇതൊക്കെ പല നീക്കങ്ങളും നടത്തുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഏശുന്നില്ല. ജനങ്ങൾക്ക് ഒരു കാര്യം, അയ്യപ്പനെ അടിച്ചു മാറ്റി എന്നുള്ളത് തന്നെ ഉണ്ടല്ലോ CPM. ഇതിനകത്ത് നിന്ന് രമേശ് പറഞ്ഞ മാതിരി ഇത് എന്നാ സംഭവിച്ചാലും അയ്യപ്പൻ വെറുതെ വിടുന്നത്. അപ്പൊ ഇത് എന്തെല്ലാം പോയാലും എവിടെ പോയാലും ഇന്ന് സുപ്രീം കോടതി പറഞ്ഞത് ഭയങ്കര കാര്യമില്ലേ, കോൺഗ്രസിന് തെരഞ്ഞെടുപ്പ് ഏറ്റവും ഉപയോഗിക്കാൻ പറ്റിയൊരു കാര്യമില്ല. നിങ്ങൾ ദൈവത്തിനെ പോലെ ചെയ്തു എന്നുള്ളത്, ദൈവത്തിനെ പോലും അടിച്ചു മാറ്റിയത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് സുപ്രീം കോടതി ചോദിച്ചൊരവസ്ഥയിലാണ് ഈ പാർട്ടി. അവിടെയാണ് നടക്കുന്നത്. എന്തായാലും വളരെ കൗതുകമുണർത്തുന്ന ഒരു ഫലമായിരിക്കും വരാൻ പോകുന്നത് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നന്ദി, നമസ്കാരം.